മുത്തശ്ശ പ്ലീസ്, മുത്തശ്ശ പ്ലീസ്, ഒരു തവണ കൂടി. വേണ്ട, അങ്കിളിന് പോകാൻ നേരായി. സാരില്ല സാറേ, എനിക്ക് ധൃതിയില്ല. പിള്ളേരുടെ സന്തോഷമല്ല നമുക്ക് വലുത്. 5 മണി വരെ പോസ്റ്റ് ഓഫീസ് കാണും. ഇന്ന് തന്നെ തന്റെ കാര്യം തീർപ്പാക്കി തരാം. പോവാം. പോവാല്ലേ? എവിടേക്കാ? എന്റെ ബാഗ് എടുത്തില്ല. ബാഗ് ധരിക്കുന്നു. ഒരു മിനിറ്റ്. കൃഷ്ണയുടെ ഡ്രോയിങ് ബുക്ക് ഞാൻ തന്നില്ലേ? തന്നിരുന്നു. മറന്നിട്ടില്ലല്ലോ? ഇല്ല. അത് കേട്ടാ മതി. അങ്ങോട്ട് പോയിട്ട് വരട്ടെ. ഡോക്ടർക്ക് സുഖം തന്നെയല്ലേ? മുത്തശ്ശി അനുഗ്രഹിക്കണം. നന്നായി വരും. ആയിക്കോട്ടെ. മുത്തശ്ശി ദീർഘസുമംഗലിയെ. കൃഷ്ണയുടെ അമ്മേ, ഭക്ഷണമൊക്കെ നന്നായിട്ടോ. ആ മാമ്പഴപ്പുളിശ്ശേരി ഗംഭീരായി. അതെങ്ങനെയാ അത് ഉണ്ടാക്കണത്? അതുണ്ടാക്കിയത് മുത്തുമണിയാ. ഓ, മുത്തുമണി ചേച്ചി, ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ടെങ്ങനെയാണ്? അത് പിന്നെ കേക്കാം. അയ്യോ, ഇന്ന് കഴിച്ച മാമ്പഴപ്പുളിശ്ശേരിയുടെ കൂട്ട് പിന്നെ കിട്ടില്ല. അതുകൊണ്ടാ ചേച്ചി. അതെ, ഈ എങ്ങനത്തെ മാമ്പഴമാണ് ഉപയോഗിക്കേണ്ടത് ഇതിനു വേണ്ടിട്ട്? പ്യൂർ മാങ്ങ, ഗോമാങ്ങ, നമ്മുടെ കടുക്കാച്ചി മാങ്ങയില്ലേ? പഴുത്തത് പളപളാന്ന് നന്നായി കഴുകിട്ട് തൊലി കളഞ്ഞിട്ടാണോ? പാടില്ല. വേണ്ട വേണ്ട, അത് കുറച്ചെടുത്ത് നല്ലതുപോലെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ. അയ്യോ എന്റെ എനിക്കത് കിട്ടൂല. എനിക്ക് ആലുവന്ന് എപ്പോഴും കിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ കടുകിടൂ. കടുകിടണം, കുറച്ച് മതി. ആ കടുകിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടി ഇട്ട് ആ കടുക് അയ്യോ, അതിപ്പോ എങ്ങനെയാ? കുറച്ച് മതി. അത് കറക്റ്റ് ആയിട്ട് പറയണം. എണ്ണം തെറ്റാൻ പാടില്ല. ചേരുവ എണ്ണം പറഞ്ഞ ഞാൻ തരാം. പോസ്റ്റ് ഓഫീസ് ഇപ്പൊ പൂട്ടും. പോസ്റ്റ് ഓഫീസ് പൂട്ടാറായല്ലേ? അയ്യോ, ഭക്ഷണം ഉണ്ടാക്കി തന്ന രുദ്രനെ കണ്ടില്ല. രുദ്രൻ പുറത്തു വെപ്പുണ്ട്. ഓ, ആണോ? ബൈ അങ്കിൾ. ഹായ് കുട്ടികൾ. എന്താ മക്കളെ, അങ്കിൾ പോണ്ടെന്നാ കളിക്കാന്നോ? ഓക്കെ, എന്ത് കളിയാ നമ്മളിപ്പോ കളിക്കാ? ആനപ്പുറത്ത് എറിയുണ്ടോ? ഇല്ല. എന്നാ ആന കളിക്കാം. ഓക്കെ, ഞാൻ കൊമ്പനാന. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചുള്ളൂ.